ഓക്കെ, നമ്മൾ ഇന്ന് എക്കണോമിക്സിലെ 5th ചാപ്റ്റർ ആണ് നോക്കാൻ പോകുന്നത് അല്ലേ. ഹ്യൂമൻ ക്യാപിറ്റൽ ഫോർമേഷൻ ഇൻ ഇന്ത്യ. ഇതാണ് നമ്മുടെ 5ാമത്തെ ചാപ്റ്റർ എന്ന് പറയുന്നത്. ഈ ചാപ്റ്ററിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം ഞാൻ 3 സ്റ്റാർ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഏതൊക്കെയാണ്? സോഴ്സ് ഓഫ് ഹ്യൂമൻ ക്യാപിറ്റൽ ഫോർമേഷൻ, അതുപോലെ തന്നെ ഹ്യൂമൻ ക്യാപിറ്റൽ ആൻഡ് എക്കണോമിക്കൽ ഗ്രോത്ത്. ഇതാണ് ഈ ഒരു ചാപ്റ്ററിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത്. ബാക്കിയുള്ള ഭാഗത്തുനിന്ന് ക്വസ്റ്റ്യൻ വരാൻ ചാൻസ് ഉണ്ട്. എന്തായാലും എല്ലാം നമുക്ക് ഓടിച്ചു നോക്കാം അല്ലെ. ഒന്നാമത് പറയുന്നത് വാട്ട് ഈസ് ഹ്യൂമൻ ക്യാപിറ്റൽ. എന്താണ് ഹ്യൂമൻ ക്യാപിറ്റൽ? നമുക്കറിയാം അല്ലെ. ഹ്യൂമൻ ക്യാപിറ്റൽ refers to the skills, knowledge and abilities that people gain through education, training and experience. ആളുകൾ അവരുടെ എഡ്യൂക്കേഷൻ, അതുപോലെ തന്നെ അവരുടെ എക്സ്പീരിയൻസ്, ട്രെയിനിങ് ഒക്കെ വെച്ച് അവർ ഗെയിൻ ചെയ്ത് അവർ നേടിയെടുത്തിട്ടുള്ള ആ ഒരു സ്കില്ലിനെ, എബിലിറ്റിയാണ് നമ്മൾ എന്ത് പറയുന്നത് ഹ്യൂമൻ ക്യാപിറ്റൽ എന്ന് പറയുന്നത് അല്ലേ. നമുക്കറിയാം. പിന്നെ അതുപോലെ തന്നെ ഹ്യൂമൻ ക്യാപിറ്റൽ ഫോർമേഷൻ, അതുകൊണ്ട് ശ്രദ്ധിക്കണം. നമുക്ക് എന്ത് പോരാ, ഫിസിക്കൽ ക്യാപിറ്റൽ മാത്രം പോരാ, അത് പ്രവർത്തിപ്പിക്കാൻ, അതിൽ ഒരു സ്കില്ല് ഇംപ്ലിമെന്റ് ചെയ്യാൻ ഹ്യൂമൻ ക്യാപിറ്റൽ കൂടി വേണം അല്ലേ. അപ്പൊ ഒരു ഹ്യൂമൻ ക്യാപിറ്റൽ ആക്കി മാറ്റാം. അത് സാധാരണ മനുഷ്യനെ അവരുടെ ഡോക്ടർ, എഞ്ചിനീയർ ഇതുപോലെ സ്കിൽഡ് ആയിട്ടുള്ള ഒരു പ്രൊഫഷണൽ ഒരാളാക്കി മാറ്റുന്ന ആ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത് ഹ്യൂമൻ ക്യാപിറ്റൽ ഫോർമേഷൻ എന്ന് പറയുന്നത് അല്ലേ. ജസ്റ്റ് ഓർത്ത് വെക്കാം. ഇനി നമ്മൾ നോക്കാൻ പോകുന്ന ഈ ഒരു ചാപ്റ്ററിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് ക്വസ്റ്റ്യൻ വരാൻ ഏറ്റവും കൂടുതൽ ചാൻസ് ഉള്ള ഭാഗമാണ് സോഴ്സ് ഓഫ് ഹ്യൂമൻ ക്യാപിറ്റൽ ഫോർമേഷൻ. അത്ര ഇമ്പോർട്ടന്റ് ആയതുകൊണ്ട് തന്നെ ഞാൻ ഇവിടെ കോഡ് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി എന്താണ് സോഴ്സ് നമുക്ക് നോക്കാം. അതായത് ഇങ്ങനെ ഒരു ഹ്യൂമൻ ക്യാപിറ്റൽ നമ്മുടെ രാജ്യത്ത് ഉണ്ടാക്കണമെങ്കിൽ ഗവൺമെന്റ് ചില സോഴ്സുകൾ എന്ത് ചെയ്യണം, ഇൻവെസ്റ്റ് ചെയ്യണം. അത് ഏതൊക്കെ സോഴ്സുകൾ എന്നാണ് നമുക്ക് നോക്കാൻ പോകുന്നത്. ഏതൊക്കെയാണ്? എഡ്യൂക്കേഷൻ, ഹെൽത്ത്, ഓൺ ദ ജോബ് ട്രെയിനിങ്, മൈഗ്രേഷൻ, ഇൻഫോർമേഷൻ. ഈ കാര്യങ്ങളാണ്, ഈ 5 പോയിന്റാണെന്ന് പറയുന്നത്. ഇതിനെ ഓർത്ത് വെക്കാൻ ഹോമി എന്നുള്ളൊരു കോഡ് ഓർത്ത് വെക്കാം. മൈ ഹോമി നമ്മുടെ റോളിൽ കാണാറുണ്ടോ? ഈ ഒരു കോഡ് ഓർത്ത് വെക്കാം. H എന്ന് പറഞ്ഞാൽ H ഫോർ ഹെൽത്ത്, O ഫോർ ഓൺ ദ ജോബ് ട്രെയിനിങ്, M ഫോർ മൈഗ്രേഷൻ, E ഫോർ എഡ്യൂക്കേഷൻ, I ഫോർ ഇൻഫോർമേഷൻ. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ ഓർത്ത് വെക്കാം. നമുക്ക് ഡീറ്റെയിൽ നോക്കാം കേട്ടോ. ഒന്നാമത് എഡ്യൂക്കേഷൻ. എഡ്യൂക്കേഷനിൽ ഗവൺമെന്റ് ഇൻവെസ്റ്റ് നടത്തിയിട്ടുണ്ടെങ്കിൽ എന്താണ് അതുകൊണ്ടുള്ള ഉപകാരം എന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഒന്നാമതാണ് എഡ്യൂക്കേഷൻ ഉണ്ടായിട്ടുള്ള, എഡ്യൂക്കേഷൻ കിട്ടിയിട്ടുള്ള ഒരാളായിരിക്കും എൻഹാൻസ് ലൈഫ് ക്വാളിറ്റി, അദ്ദേഹത്തിന്റെ ലൈഫ് ക്വാളിറ്റി എൻഹാൻസ് ചെയ്യാൻ പറ്റും. ബൂസ്റ്റർ ഏർണിംഗ്സ് ആൻഡ് പ്രൊഡക്ടിവിറ്റി, എലിവേറ്റ് സോഷ്യൽ സ്റ്റാറ്റസ്, എക്സ്പാൻഡ് വേൾഡ് അണ്ടർസ്റ്റാൻഡിംഗ്, ഡ്രൈവ്സ് ഇന്നോവേഷൻ, പുതിയ ഇന്നോവേഷൻസ് കൊണ്ടുവരാൻ അല്ലേ, കോൺട്രിബ്യൂട്ട്സ് ടു നാഷണൽ ഗ്രോത്ത്. ഈ കാര്യങ്ങളൊക്കെ എന്തായിട്ടുണ്ടാവും, അതൊരു നാഷണൽ ഗ്രോത്ത്, നാഷണൽ എക്കണോമിക്കൽ ഗ്രോത്തിലേക്ക് ഇത് എത്തിക്കുന്നുള്ളതാണ് പറയുന്നത്. അതാണ് എഡ്യൂക്കേഷനിൽ നിങ്ങൾ നോക്കേണ്ട പോയിന്റ്സ്. നെക്സ്റ്റ് നമ്മുടെ ഹെൽത്തിൽ താഴെ പറയുന്ന കാര്യങ്ങളിലാണ് ഗവൺമെന്റ് ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ളത്. ഒന്നാമത്തെ പ്രിവെന്റീവ് മെഡിസിൻസ്, അതായത് നമ്മുടെ വാക്സിൻസ് ഒക്കെ. പിന്നെ അതുപോലെ ക്യൂറേറ്റീവ് മെഡിസിൻസ്, അതായത് രോഗം വന്നതിന് ശേഷം നമ്മൾ ട്രീറ്റ്മെന്റ് എടുക്കുന്നത്. മൂന്നാമത് സോഷ്യൽ മെഡിസിൻസ് മാത്രം കൊടുത്താൽ നമുക്ക് എന്ത് വേണം, സോഷ്യൽ മെഡിസിൻ, അതായത് സാമൂഹികമായിട്ടുള്ള ഒരു നോളജ് കൂടി നമുക്ക് ഇതിനെക്കുറിച്ച് വേണം. അതായത് സ്പ്രെഡ് ടു ഹെൽത്ത് ലിറ്ററസി, ഒരു ഹെൽത്ത് ലിറ്ററസി കൂടി നമുക്ക് നൽകണം. അതാണ് സോഷ്യൽ മെഡിസിൻ. പിന്നെ പ്രൊവിഷൻ ഫോർ ക്ലീൻ ഡ്രിങ്കിങ് വാട്ടർ, അതുപോലെ തന്നെ പ്രൊവിഷൻ ഫോർ സാനിറ്റേഷൻ ഫെസിലിറ്റീസ്, നല്ല ഡ്രിങ്കിങ് വാട്ടർ നമുക്ക് വേണം, നല്ലൊരു അറ്റ്മോസ്ഫിയർ നമുക്ക് വേണം അല്ലേ. അതാണ് ഹെൽത്തിന്റെ കാര്യത്തിൽ നോക്കേണ്ട പോയിന്റ്സ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് പറയുന്നത് ഓൺ ദ ജോബ് ട്രെയിനിങ് അല്ലേ. നമുക്ക് ഹെൽത്ത് എഡ്യൂക്കേഷൻ മാത്രം പോലെ ഒരു ഓൺ ദ ജോബ് ട്രെയിനിങ് നമുക്ക് കിട്ടും അല്ലേ. ഈ ട്രെയിനിങ് 2 രീതിയിലാണ് ഉണ്ടാവുന്നത്. ഒന്നാമത് ഓൺ ദ സൈഡ് ട്രെയിനിങ്, സ്കിൽഡ് സൂപ്പർവൈസർ, ഒരു സ്കിൽഡ് ആയിട്ടുള്ള സൂപ്പർവൈസറുടെ കീഴിൽ നമുക്ക് എന്ത് ചെയ്യാം, ട്രെയിനിങ് കിട്ടാം. അല്ലാന്നുണ്ടെങ്കിൽ ഓഫ് ക്യാമ്പസ്, ആ ക്യാമ്പസിന് പുറത്ത് പോയിട്ട് നമ്മൾക്ക് അതിന് ആ ജോലിക്ക് വേണ്ട ട്രെയിനിങ് ആ സ്ഥാപനത്തിന് നമുക്ക് നൽകാം. ഈ 2 പോയിന്റാണ് ആ ഭാഗത്ത് നിങ്ങൾ നോക്കേണ്ടത്. നാലാമത് പറയുന്നത് മൈഗ്രേഷൻ. നോക്കാം, ഈ മൈഗ്രേഷന്റെ കാര്യത്തിൽ നിങ്ങൾ 2 കാര്യം നോക്കേണ്ടത്. ഒന്നാമത് ഈ മൈഗ്രേഷന്റെ റീസൺ എന്താണ്, പിന്നെ ഈ മൈഗ്രേഷൻ കോസ്റ്റുകൾ എന്തൊക്കെയാണുള്ളത്. മൈഗ്രേഷൻ റീസൺ എന്താണെന്ന് നമുക്കറിയാം, ലാക്ക് ഓഫ് ജോബ്സ്. നമ്മുടെ രാജ്യത്തോ നമ്മുടെ സംസ്ഥാനത്തോ സ്റ്റേറ്റിലോ നമ്മുടെ കൺട്രിയിലോ ഉണ്ടാകുന്ന എന്താണ്, ജോലികളുടെ പര്യാപ്ത, ജോലികൾ കുറവാണ് അല്ലേ നമ്മുടെ രാജ്യത്ത്. അതുകൊണ്ടാണ് ആളുകൾ എന്ത് ചെയ്യുന്നത്, മറു രാജ്യങ്ങളിലേക്ക് മൈഗ്രേറ്റ് ചെയ്തു പോകുന്നത് അല്ലേ. അതുപോലെ ബെറ്റർ ഓപ്പർച്യൂണിറ്റീസ്, അബ്രോഡിൽ എന്തൊക്കെയുണ്ട്, ബെറ്റർ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട് അല്ലേ. പിന്നെ ഇങ്ങനെ അവർ അബ്രോഡിലേക്ക് പോവാണെങ്കിൽ അവർക്ക് വരുന്ന കോസ്റ്റ് എന്താണെന്ന് നോക്കുന്നത്. നമുക്കറിയാം, ട്രാവൽ എക്സ്പെൻസ് ഉണ്ടാവും, ജോബ് ട്രെയിനിങ് അബ്രോഡ്, അതായത് അവിടെ ജോലി ചെയ്യേണ്ട ജോലിക്ക് വേണ്ട ട്രെയിനിങ്ങിന് വേണ്ട കോസ്റ്റ് ഉണ്ടാവും, ഹയർ ലിവിംഗ് കോസ്റ്റ് ഉണ്ടാവും, ഫാമിലി സെപ്പറേഷൻ കോസ്റ്റ് ഉണ്ടാവും, ഇമോഷണൽ അഡാപ്ഷൻ ചലഞ്ചസ്, നമ്മൾ വീട്ടിൽ നിന്ന് മാറി നിൽക്കുമ്പോൾ നമുക്ക് ഉണ്ടാകുന്ന ഇമോഷണൽ മെന്റലി ഉണ്ടാകുന്ന ബുദ്ധിമുട്ടിലുള്ള കോസ്റ്റുകൾ ഉണ്ടാവും അല്ലെ. ഇങ്ങനെയൊക്കെയാണ് കോസ്റ്റുകൾ ഉണ്ടായിട്ടും ആളുകൾ മൈഗ്രേറ്റ് ചെയ്ത് പോകാനുള്ള കാരണം എന്താണ്, ഈ ഒരു കോസ്റ്റിനൊക്കെ മാറി കടന്നിട്ടുള്ള ഒരു ഇൻകം അവർക്ക് ജനറേറ്റ് ചെയ്യാൻ കഴിയും. അതുകൊണ്ട് തന്നെ ഗവൺമെന്റ് അവിടെ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട്, ആളുകൾ ക്യാഷ് ഉണ്ടാക്കുന്നുണ്ട്. അത് ഗവൺമെന്റ് നമ്മുടെ ഇന്ത്യയുടെ എന്ത് ചെയ്യുന്നുണ്ട്, എക്കണോമിക്കൽ ഗ്രോത്തിലേക്ക് എത്തിക്കുന്നുണ്ട് എന്നാണ് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് 5th പോയിന്റ് ഇൻഫോർമേഷൻ അല്ലേ. ഇങ്ങനെയൊക്കെ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടെങ്കിൽ ഇത് നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ അറിയണം അല്ലേ. അത് നമുക്ക് എന്ത് വേണം, ഇൻഫോർമേഷൻ വേണം അല്ലേ. അപ്പോൾ 5ാമത്തെ പോയിന്റ് ഇൻഫോർമേഷൻ എന്തൊക്കെയാണ് അത് വരുന്നത്. ചൂസ് ദ റൈറ്റ് കോഴ്സ് ആൻഡ് ഇൻസ്റ്റിറ്റ്യൂഷൻസ്, അതുപോലെ തന്നെ ഫൈൻഡ് ഗ്ലോബൽ ജോബ് ഓപ്പർച്യൂണിറ്റീസ്, അതുപോലെ കമ്പയർ സാലറി റേറ്റ്സ്, അതുപോലെ ഇൻവെസ്റ്റ് ഇൻ കരിയർ നോളജ്. നമ്മുടെ കരിയർ നോളജിലേക്ക് വേണ്ട കാര്യങ്ങൾ ഇൻഫോർമേഷൻ വഴി നമുക്ക് ലഭിക്കുന്നു. ഈ 5 പോയിന്റ് കൃത്യമായിട്ട് ഹോമി എന്നുള്ള കോഡിൽ ഓർത്ത് വെക്കാം കേട്ടോ.
ഇത്രയും കാര്യങ്ങൾ ആ ഭാഗത്തിൽ. നെക്സ്റ്റ് നോക്കുന്നത് ഇതും വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള രണ്ടാമത്തെ പാർട്ടാണ് ഈ ഒരു ചാപ്റ്ററിലെ ഹ്യൂമൻ ക്യാപിറ്റൽ ആൻഡ് എക്കണോമിക്കൽ ഗ്രോത്ത്. ഹ്യൂമൻ ക്യാപിറ്റൽ എങ്ങനെ എക്കണോമിക്കൽ ഗ്രോത്തിലേക്ക് എത്തിക്കുന്നു, ഇത് ഞാനിത് പെട്ടെന്ന് മനസ്സിലാവാൻ വേണ്ടി ഒരു ഫ്ലോ ചാർട്ട് രൂപത്തിൽ സെറ്റ് ചെയ്തിട്ടുള്ളതാണ്. ഇത് നിങ്ങൾ എക്സ്പാൻഡ് ചെയ്ത് വിശദീകരിച്ച് വേണം എക്സാമിന് എഴുതാൻ വേണ്ടി കേട്ടോ, മാർക്കിനനുസരിച്ച്. ഒന്നാമത്തെ പറഞ്ഞ ഹ്യൂമൻ ക്യാപിറ്റൽ ഫോർമേഷൻ. നമുക്ക് എന്താണ് ഹ്യൂമൻ, നമ്മൾ എന്ത് ചെയ്തു, ഹ്യൂമൻ ക്യാപിറ്റൽ ഫോർമേഷൻ അവർക്ക് വേണ്ട ഹെൽത്തും എഡ്യൂക്കേഷനും കൊടുക്കുമ്പോൾ അവർ എന്ത് ചെയ്യുന്നു, ഹ്യൂമൻ ക്യാപിറ്റൽ ഫോർമേഷൻ ആകുന്നു. അതുവഴി അവരുടെ സ്കില്ല് ഡെവലപ്പ് ആകുന്നു അല്ലെ, സ്കില്ല് ഡെവലപ്മെന്റ്. അത് ആ സ്കില്ല് ഡെവലപ്പ് ചെയ്ത് എന്താകും, ഹയർ ഏണിങ്സ്, സ്കില്ല് ഡെവലപ്പ് ചെയ്തുകൊണ്ട് അവർക്ക് നല്ല ഏണിങ്സ് ഉണ്ടാക്കാൻ കഴിയുന്നു. ഇതെന്ത് ചെയ്യുന്നു, ഹയർ പെർ ക്യാപിറ്റൽ ഇൻകം, അവിടെ പെർ ക്യാപിറ്റൽ ഇൻകത്തെ വളർത്തുന്നു. ഇതെന്ത് ചെയ്യുന്നു, ഇൻവെസ്റ്റ്മെന്റ് ആൻഡ് ഇൻഡസ്ട്രിയൽ ഗ്രോത്ത് ഉണ്ടാക്കുന്നു, പുതിയ പുതിയ ഇന്നോവേഷൻസ് കൊണ്ടുവരാൻ കാരണമാകുന്നു. ഇത് എന്ത് ചെയ്യുന്നു, അവസാനം ഒരു എക്കണോമിക്കൽ ഗ്രോത്തിലേക്ക് എത്തുന്നു. ഓക്കെ, ഈ ഇത്രയും കാര്യമാണ് ആ ഭാഗത്ത് നിങ്ങൾ നോക്കേണ്ടത്. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ഫിസിക്കൽ ക്യാപിറ്റൽ ആൻഡ് ഹ്യൂമൻ ക്യാപിറ്റൽ, ഇവ തമ്മിലുള്ള വ്യത്യാസങ്ങളും അതുപോലെ സിമിലാരിറ്റീസും. ഫസ്റ്റ് ആയിട്ട് നമ്മൾ നോക്കുന്നത് സിമിലാരിറ്റീസ് ആണ്. സിമിലാരിറ്റീസ് എന്താണ്, ബോത്ത് നീഡ് ഇൻവെസ്റ്റ്മെന്റ് ടു ഗ്രോ, രണ്ടിലും ഗ്രോ ഉണ്ടാവാൻ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യണം പറഞ്ഞു. ബോത്ത് ക്യാൻ മൂവ് ബിറ്റ്വീൻ കൺട്രീസ്, രണ്ടും എന്ത് ചെയ്യാൻ പറ്റും, കുറച്ച് ലിമിറ്റോട് കൂടി മൂവ് ചെയ്യാൻ പറ്റുന്നതാണ്. അതായത് നമുക്ക് ഒരു രാജ്യത്ത് മറ്റൊരു രാജ്യത്തേക്ക് മൂവ് ചെയ്യാൻ പറ്റുന്നതാണ്. ബോത്ത് ഡിപ്രിസിയേഷൻ ഓവർ ടൈം, രണ്ടിലും തേയ്മാനം സംഭവിക്കുന്നുണ്ട് അല്ലെ. ബോത്ത് ഹെൽപ്പ് ഇൻ എക്കണോമിക്കൽ ഡെവലപ്മെന്റ്, രണ്ടും എക്കണോമിക്കൽ ഡെവലപ്മെന്റിന് വേണ്ടിയിട്ടുമാണ്. ഇനി ഇതിന്റെ വ്യത്യാസങ്ങൾ നോക്കാൻ പോകുന്നത് ഫിസിക്കൽ ക്യാപിറ്റൽ അതുപോലെ ഹ്യൂമൻ ക്യാപിറ്റൽ. ഫിസിക്കൽ ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ എന്താണ്, എക്കണോമിക്കൽ ആൻഡ് ടെക്നോളജിക്കൽ പ്രോസസ് ആണ് അല്ലെ. എന്നാൽ ഹ്യൂമൻ ക്യാപിറ്റൽ പറഞ്ഞാൽ സോഷ്യൽ ആൻഡ് ഡിസിഷൻ ബേസ്ഡ് പ്രോസസ് ആണ്. പിന്നെ ഫിസിക്കൽ ക്യാപിറ്റൽ വരുമ്പോൾ അത് ടാൻജിബിൾ ആണ്, നമുക്ക് തൊടാൻ പറ്റും അല്ലെ, ഒരു മെഷീനും കാര്യങ്ങളും നമുക്ക് തൊടാൻ പറ്റും, വിൽക്കാൻ പറ്റും. എന്നാൽ ഹ്യൂമൻ ക്യാപിറ്റൽ ആണെങ്കിൽ ഇൻടാൻജിബിൾ ആണ്, ഓൺലി സർവീസ് ക്യാൻ സോൾഡ്. നമ്മുടെ ആ സ്കില്ലിന് നമുക്ക് എന്ത് ചെയ്യാൻ വിൽക്കാൻ കഴിയില്ല, ആ സ്കില്ലോട് നമ്മൾ ചെയ്യുന്ന സർവീസ് നമുക്ക് വിൽക്കാൻ കഴിയുള്ളൂ അല്ലെ. നെക്സ്റ്റ് പറഞ്ഞാൽ സെപ്പറേറ്റ് ഫ്രം ദ ഓണർ, ഓണറിൽ നിന്നും സെപ്പറേറ്റ് ആയിരിക്കും ഫിസിക്കൽ ക്യാപിറ്റൽ. ഹ്യൂമൻ ക്യാപിറ്റലോ ഓണറുടെ കൂടെ തന്നെയായിരിക്കും. പിന്നെ മോർ മൊബൈൽ ബിറ്റ്വീൻ കൺട്രീസ്, രാജ്യങ്ങളുടെ ഇടയിലേക്ക് നമുക്ക് എന്ത് ചെയ്യാം, ഒരു രാജ്യം മറ്റു രാജ്യത്തേക്ക് മൂവ് ചെയ്യാൻ ഫിസിക്കൽ ക്യാപിറ്റൽ ഏറ്റവും എളുപ്പമാണ്. എന്നാലോ ഹ്യൂമൻ ക്യാപിറ്റൽ ലെസ് മൊബൈലാണ് അല്ലെ. നെക്സ്റ്റ് നമ്മൾ നോക്കിയത് ഡിപ്രിസിയേഷൻ വിത്ത് യൂസ്, അതിൽ തേയ്മാനം, ഫിസിക്കൽ ക്യാപിറ്റൽ തേയ്മാനം സംഭവിക്കുന്നത് നമ്മളത് യൂസ് ചെയ്യുന്നതിനനുസരിച്ചാണ്. ഹ്യൂമൻ ക്യാപിറ്റൽ വരുമ്പോൾ ഡിപ്രിസിയേഷൻ വിത്ത് ഏജിങ്, അതായത് പ്രായമാകുന്നത്, ഏജ് കൂടുന്നതിനനുസരിച്ചാണ് അതിൽ ഡിപ്രിസിയേഷൻസ് സംഭവിക്കുന്നത് എന്നാണ് പറയുന്നത്. ഇനി നിങ്ങൾ നോക്കേണ്ട കാര്യം ഹ്യൂമൻ ക്യാപിറ്റലും ഹ്യൂമൻ ഡെവലപ്മെന്റും രണ്ട് കോൺസെപ്റ്റ് ആണ്, ഇതിലാണ് തമ്മിലുള്ള വ്യത്യാസം. ഒന്നാമത് ഹ്യൂമൻ ക്യാപിറ്റൽ എന്ന് പറയുമ്പോൾ എന്താണ്, സ്കിൽ ആൻഡ് നോളജ് വിത്ത് എക്കണോമിക്കൽ വാല്യൂ, എക്കണോമിക്കൽ ഗ്രോത്ത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള സ്കില്ലും നോളജിനെ നമ്മൾ ഹ്യൂമൻ ക്യാപിറ്റൽ എന്ന് പറയുന്നത്. എന്നാൽ ഹ്യൂമൻ ഡെവലപ്മെന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഫോക്കസ് ഓൺ ഓവറോൾ ആയിട്ട് ഒരു മനുഷ്യന്റെ ഒരു നല്ല മനുഷ്യനായി മാറാന്നുള്ളതായിരിക്കും ഹ്യൂമൻ ഡെവലപ്മെന്റ് ഉദ്ദേശിക്കുന്നത് അല്ലെ. ഇൻക്രീസ് പ്രൊഡക്ടിവിറ്റി, ഹ്യൂമൻ ക്യാപിറ്റൽ പ്രൊഡക്ടിവിറ്റി വർദ്ധിപ്പിക്കാനാണ് നോക്കുന്നുണ്ടെങ്കിൽ ഹ്യൂമൻ ഡെവലപ്മെന്റ് നമുക്കറിയാം, ഒരു വെൽ ബീയിങ് ആയിട്ടുള്ള ഒരു മനുഷ്യനെ വളർത്തിയെടുക്കാനുള്ളതായിരുന്നു ഹ്യൂമൻ ഡെവലപ്മെന്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പിന്നെ ഹ്യൂമൻ ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ നാരോ പെർസ്പെക്റ്റീവ് ആണ്, ഹ്യൂമൻ ഡെവലപ്മെന്റ് എന്ന് പറഞ്ഞാൽ ഒരു ബോർഡർ പെർസ്പെക്റ്റീവ് ആണ് അല്ലെ. ഇനി നോക്കുന്നത് റെഗുലേറ്ററി ബോഡീസ് ഇൻ എഡ്യൂക്കേഷൻ, അതുപോലെ റെഗുലേറ്ററി ബോഡീസ് ഇൻ എഡ്യൂക്കേഷനും അതുപോലെ തന്നെ റെഗുലേറ്ററി ബോഡീസ് ഹെൽത്ത് എഡ്യൂക്കേഷനും. ഇതിന്റെ വ്യത്യാസം ഫുൾ ഫോംസും ഒന്ന് പഠിച്ചു വെക്കാം. പിന്നെ ഇത് രണ്ടും തരംതിരിച്ച് ചെയ്താണ് ക്വസ്റ്റ്യൻ വരാൻ ചാൻസ് ഉണ്ട്. അതൊക്കെ NCERT, നാഷണൽ കൗൺസിൽ ഓഫ് എഡ്യൂക്കേഷൻ റിസർച്ച് ആൻഡ് ട്രെയിനിങ്, UGC എന്ന് പറഞ്ഞാൽ യൂണിവേഴ്സിറ്റി ഗ്രാന്റ്സ് കമ്മീഷൻ, AICTE ആൾ ഇന്ത്യ കൗൺസിൽ ഫോർ ടെക്നിക്കൽ എഡ്യൂക്കേഷൻ. പിന്നെ റെഗുലേറ്ററി ബോഡീസ് ഇൻ ഹെൽത്ത് എഡ്യൂക്കേഷനിൽ പോകുന്നത് നമുക്ക് നോക്കാനുള്ളൂ ICMR, അതായത് ഇന്ത്യൻ കൗൺസിൽ ഓഫ് മെഡിക്കൽ റിസർച്ചിലെ ഈ കാര്യങ്ങളൊന്നും നോക്കി വെക്കാം. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് എഡ്യൂക്കേഷൻ സെക്ടർ ഇൻ ഇന്ത്യയിലെ എഡ്യൂക്കേഷൻ സെക്ടറിനെ കുറിച്ചാണ്. ഇത് രണ്ട് രീതിയിലാണ് ഗവൺമെന്റ് എത്രത്തോളം ഇതിലേക്ക് ഇൻവെസ്റ്റ്മെന്റ് നടത്തേണ്ടത് നമുക്ക് മെഷർ ചെയ്യാൻ പറ്റുക. ഒന്നാമത് എന്താണ്, ആസ് എ പെർസ്പെക്റ്റീവ് ഓഫ് ടോട്ടൽ ഗവൺമെന്റ് സ്പെൻഡിംഗ്, ഗവൺമെന്റ് ടോട്ടൽ സ്പെൻഡിംഗ് എത്ര പെർസെന്റേജ് എന്താണ് നമ്മുടെ എഡ്യൂക്കേഷന് വേണ്ടി സ്പെൻഡ് ചെയ്തു എന്നുള്ള രീതിയിൽ. മറ്റേത് GDP, അതായത് പെർസ്പെക്റ്റീവ് ആസ് എ പെർസെന്റേജ് ഓഫ് GDP, അതാണ് രണ്ടാമത്തെ വരുന്നത്. പിന്നെ ആ സമയത്ത് മോസ്റ്റ് മണി ഗോസ് ടു എലിമെന്ററി എഡ്യൂക്കേഷനിലേക്കാണ് നമ്മൾ ഒരുപാട് ക്യാഷ് നമ്മൾ ആ സമയത്ത് ചെലവഴിച്ചിട്ടുണ്ടായിരുന്നു. ഇനി ഒരു 2-3 കമ്മീഷനെ കുറിച്ച് പറയുന്നുണ്ട്, ജസ്റ്റ് ഒന്ന് നോക്കാം. ഒന്നാമത് 1964-66 സമയത്ത് എഡ്യൂക്കേഷൻ കമ്മീഷൻ വന്നിട്ടുണ്ടായിരുന്നു. ആ കമ്മീഷൻ റെക്കമെൻഡ് ചെയ്തത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ടോട്ടൽ GDPയുടെ 6% എഡ്യൂക്കേഷന് വേണ്ടി സ്പെൻഡ് ചെയ്യണമെന്നത്. നെക്സ്റ്റ് നോക്കുന്നത് താപാസ് മജുംദാർ കമ്മിറ്റി. ഈ കമ്മിറ്റി എസ്റ്റിമേറ്റ് ചെയ്ത കാര്യം എന്താണെന്ന് വെച്ചാൽ, അതായത് 10 വർഷത്തിനിടയിൽ 6 വയസ്സിൽ നിന്ന് 14 വയസ്സിനും ഇടയിലുള്ള കുട്ടികൾക്കുള്ള വിദ്യാഭ്യാസം നൽകാൻ വേണ്ടിയിട്ട് ഗവൺമെന്റ് 1.37 ലക്ഷം കോടി രൂപ ചെലവഴിച്ചു എന്നുള്ളത് അവർ എസ്റ്റിമേറ്റ് ചെയ്തു എന്നുള്ളതാണ് പറയുന്നത്. പിന്നെ നമുക്കറിയാം നെക്സ്റ്റ് പറഞ്ഞത് റൈറ്റ് ടു എഡ്യൂക്കേഷൻ ആക്ട്. നമ്മുടെ എഡ്യൂക്കേഷൻ പറയുന്ന ഒരു മൗലിക അവകാശമാണ്. അത് പ്രകാരം എന്താണ്, 6 വയസ്സിനും 14 വയസ്സിനും ഇടയിലുള്ള എല്ലാ കുട്ടികൾക്കും
സൗജന്യവും, അതായത് ഫ്രീ ആൻഡ് കമ്പൽസറി, സൗജന്യവും നിർബന്ധിതമായ വിദ്യാഭ്യാസം അല്ലെ, അതാണ് റൈറ്റ് ടു എഡ്യൂക്കേഷൻ പറയുക. ഈ ഭാഗം കൂടി ഒന്ന് നോക്കി വെക്കുക. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് എഡ്യൂക്കേഷൻ സെസ് ആണ്. അതായത് സെൻട്രൽ ഗവൺമെന്റ് ബഡ്ജറ്റ് 2004-2005 2004-2005 ബഡ്ജറ്റ് പ്രകാരം എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു? ആ സമയത്ത് യൂണിയൻ ടാക്സിൽ ഒരു 2% നമ്മൾ അഡീഷണൽ ആയിട്ട് ആളുകൾക്ക് ഈടാക്കുന്നുണ്ടായിരുന്നു. ആ ഈടാക്കിയ 2% നമുക്ക് അതിനെയാണ് നമ്മൾ എഡ്യൂക്കേഷൻ സെസ് എന്ന് പറയുന്നത്. ഇത് എന്തിനു വേണ്ടിയിട്ടാണ് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്? എലിമെന്ററി എഡ്യൂക്കേഷന് വേണ്ടിയിട്ടാണ് ഇത് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതിന് വേണ്ടി മാത്രമല്ല, വേറെ എന്താണ്, ഹയർ എഡ്യൂക്കേഷനും അതുപോലെ പ്രൊവൈഡ് സ്റ്റുഡൻസ് ലോണുകൾ നൽകാൻ, ഹയർ എഡ്യൂക്കേഷൻ നൽകാൻ വേണ്ടിയിട്ടായിരുന്നു ഈ എഡ്യൂക്കേഷൻ സെസ് നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു പറയുന്നത്. ഇനി ചാപ്റ്ററിൽ ലാസ്റ്റ് ഭാഗം ഫ്യൂച്ചർ പെർസ്പെക്റ്റീവ്, അതായത് ഈ എഡ്യൂക്കേഷൻ ഫ്യൂച്ചർ പെർസ്പെക്റ്റീവ് ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. എഡ്യൂക്കേഷൻ ഫോർ ആൾ, എല്ലാവർക്കും വിദ്യാഭ്യാസം എന്നുള്ളത് ഇപ്പോൾ നമുക്ക് കൈവരിക്കാൻ പറ്റിയിട്ടില്ല. അത് ഡിസ്റ്റൻസ് ഡ്രീം ആയിട്ട് നിൽക്കുകയാണ്. രണ്ടാമത് ജെൻഡർ ഈക്വിറ്റി, അതായത് സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ഒരുപോലെ വിദ്യാഭ്യാസം എന്നുള്ളതും നമുക്ക് നേടാൻ കഴിഞ്ഞില്ല. എന്നാലും മുന്നത്തേക്കാളും ഇപ്പോൾ ബെറ്റർ ആണെന്നാണ് പറയുന്നത്. ഹയർ എഡ്യൂക്കേഷൻ, അതായത് ഹയർ എഡ്യൂക്കേഷന് വേണ്ടിയിട്ട് കുറച്ച് ആളുകൾ മാത്രമേ ഹയർ എഡ്യൂക്കേഷനിലേക്ക് എത്തുന്നുള്ളൂ എന്നാണ് ഇവിടെ പറയുന്നത്. അത്രയും കാര്യങ്ങളാണ് ഈ ചാപ്റ്റർ പറയുന്നത്. ഓക്കെ.